പ്രിയമുള്ളവരെ, ഈ പ്ലാറ്റ്ഫോമിലൂടെ നമ്മൾ പല കാര്യങ്ങൾ ആശയവിനിമയം നടത്താറുണ്ട്. ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ സൂചിപ്പിക്കാറുണ്ട്. അത് കമൻറ്റിൻ്റെ രൂപേണ എന്നെ വിമർശിക്കാറുണ്ട്, പ്രശംസിക്കാറുണ്ട്. ലൈക്കിൻ്റെ രൂപേണ എന്നെ പിന്തുണയ്ക്കാറുണ്ട്. ഷെയറിൻ്റെ രൂപേണ അത് മറ്റുള്ളവരിൽ എത്തിക്കാറുണ്ട്. ഇതൊക്കെ നടക്കുകയാണ്. അതൊക്കെ നടക്കുമ്പോഴും ഇപ്പോൾ ഞാൻ എൻ്റെ വ്യക്തിപരമായി കൂടി ബന്ധപ്പെട്ട ഒരു വീഡിയോയിലേക്കാണ് കടക്കുന്നത്. ഞാൻ രാഷ്ട്രമീമാംസയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ട്. നിങ്ങൾക്കുള്ളതുപോലെ തന്നെ എനിക്കും രാഷ്ട്രീയമുണ്ട്. പക്ഷേ എങ്കിലും ഞാനൊരു രാഷ്ട്രമീമാംസയിൽ ബിരുദാനന്തര ബിരുദധാരി എന്ന നിലയിൽ ഞാൻ പലപ്പോഴും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും ഒരു തുല്യ അകലത്തിൽ നിന്നുകൊണ്ട് നോക്കിക്കാണാൻ ശ്രമിക്കുന്ന ഒരു മനസ്സെനിക്കുണ്ടെന്നുള്ളതിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആഹ്ലാദിക്കുന്നത്. അങ്ങനെയും ഞാൻ ചില അവസരങ്ങൾ കണ്ടെത്താറുണ്ട്. അപ്രകാരം ശ്രമിക്കുമ്പം കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ച് നോക്കുന്ന കൂട്ടത്തിൽ കേരളത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ ധർമ്മം, ആ ധർമ്മത്തിലേക്ക് കടക്കുമ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ പലപ്പോഴും ഞാനൊരു കേരളീയനാണല്ലോ എന്ന കാര്യത്തിൽ പുച്ഛമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, മഹാത്മാഗാന്ധിയുടെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജയ് ജവാൻ ജയ് കിസാൻ മുദ്രാവാക്യം ഉയർത്തിയ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും അടക്കമുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുത്ത പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണെന്ന് ഹുങ്കുകൊള്ളുന്ന കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം, കേരളത്തിലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ന് കൂടോത്ര കോൺഗ്രസ്സായി മാറിയിരിക്കുന്ന കോൺഗ്രസ് എത്ര അധപ്പതനം, പരമദയനീയമായി അധപ്പതിച്ചിരിക്കുന്നു. ഏതാണ്ട് 1000 വർഷങ്ങൾക്ക് മുമ്പ് കിരാതമായ സാമൂഹ്യാവസ്ഥ നിലനിന്ന സമയത്ത് അന്ന് മനുഷ്യൻ ഇത് പിന്തുടർന്നു പോന്നിരുന്ന ഒന്നാണ് കൂടോത്രം, മന്ത്രവാദം, അന്ധവിശ്വാസം അടക്കമുള്ള കാര്യങ്ങൾ. ആ കൂടോത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പോകുന്ന ഇന്ന് കേരള സംസ്ഥാനത്തെ ആ ഏറ്റവും പ്രബലമായ പ്രതിപക്ഷ പ്രസ്ഥാനത്തിൻ്റെ പരമ അധ്യക്ഷനെക്കുറിച്ചൊക്കെ ചിന്തിക്കുമ്പം എത്രയുമാത്രം അധപ്പതനത്തിൻ്റെ പടുകുഴിയിലാണ് എന്ന് ചിന്തിക്കുകയാണ്. അതൊക്കെ പോട്ടെ, അതല്ല പ്രശ്നം. ഇന്ന് ഈ കൊച്ചു കേരളത്തിൽ ഓരോ ദിവസവും ഓരോ വർഷവും വരുന്ന പുരോഗമനങ്ങൾ, ആ പുരോഗമനം ഉണ്ടാക്കിക്കൊണ്ടുവരുന്ന കാര്യത്തിൽ, ആ പുരോഗമനത്തിലേക്ക് എത്തിച്ചേരുന്ന കാര്യത്തിൽ കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിനെ പിന്തുണയ്ക്കുന്ന മറ്റ് പ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ബഹുദൂരം മുന്നോട്ട് പോകുന്ന സമയത്ത് അതിനെയെല്ലാം എതിർക്കുന്ന, വികസനത്തെ മുഴുവൻ എതിർക്കുന്ന, എന്തു പറഞ്ഞാലും അതിനെ എതിർക്കുന്ന, നാളെ പിണറായി സഖാവ് പറയുകയാണ് നാളെ ഈ ഒരാഴ്ചയ്ക്ക് 7 ദിവസങ്ങളുണ്ട് എന്ന് പറഞ്ഞാൽ ഉടൻ അല്ല 7 ദിവസമല്ല എന്ന് ചാടിക്കയറി പറയാനാണ് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരുടെ ശ്രമം. എന്ത് പറഞ്ഞാലും അതിനെതിര്, എന്ത് ചെയ്താലും അതിനെതിര് എന്ന് പറയുന്ന അന്ധമായ രാഷ്ട്രീയം, ആ അന്ധമായ രാഷ്ട്രീയ വിരോധത്തെ കേരളത്തിലെ ജനങ്ങൾ പുച്ഛിച്ചു തള്ളും എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാനത് സൂചിപ്പിക്കുന്നത്, കഴിഞ്ഞൊരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നു. തിളക്കമാർന്ന വിജയം ഈ പറഞ്ഞ UDF കിട്ടുകയുണ്ടായി. പക്ഷേ ആ വിജയത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ നമുക്കറിയാം, നമ്മളൊക്കെ ഫീൽഡിൽ പ്രവർത്തിക്കുന്നവരാണ്, നമുക്കറിയാൻ കഴിയും ഏത് പ്രദേശത്താണ് അവരുടെ പ്രവർത്തകർ വീട് കയറുകയും ക്യാമ്പയിൻ ചെയ്തതും അവരുടെ പ്രകടനപത്രം പരിചയപ്പെടുത്തിയതും നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇതാണെന്ന് പരിചയപ്പെടുത്തിയ എത്ര മേഖലകളുണ്ട്. അവിടെ അല്ല പ്രശ്നം. എന്താ സംഭവിച്ചത്? അവിടെ എല്ലാം സംഭവിക്കുന്നത് ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത, ഒരു ഇടതുപക്ഷ വിരുദ്ധത പടുത്തുയർത്തി അതിന് പ്രചണ്ഡമായ പ്രചരണം കൊടുക്കുക. ആ പ്രചരണം കൊടുത്ത് ആ വിശ്വാസധാരയിലേക്ക് തെറ്റിദ്ധരിപ്പിച്ച് ആ ധാരണയിലേക്ക് ജനങ്ങളെ താൽക്കാലികമായി കൊണ്ടു നിർത്തുക, അതിൽ നിന്ന് മുതലെടുക്കുക. അങ്ങനെ വന്നാലത്തെ സ്ഥിതി എന്താ? അത് തങ്ങളുടേതായ മികവ് സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജനഹിതത്തോടുകൂടി പ്രവർത്തിക്കണം, ജനങ്ങളുടെ ഹൃദയത്തുടിപ്പ് എന്താണെന്നറിഞ്ഞ് അതിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഒരു സംഘടന തീർച്ചയായും ജനപിന്തുണ ആർജിക്കുക. നമുക്കറിയാം, ഇത് ഞാൻ പറയുമ്പോൾ പച്ചയായിട്ട് ഞാൻ ആ കാര്യം തുറന്നു പറയുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും നമ്മൾ ശ്രദ്ധിച്ചേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് ഒറ്റയ്ക്ക് വന്നാൽ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി കേരള സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് തന്നെയാണ് എന്ന് മാത്രമല്ല, അതിൻ്റെ യുവജന വിഭാഗം DYFI ആണ് യുവജനങ്ങളുടെ ഏറ്റവും വലിയ കേരളത്തിലെ പ്രസ്ഥാനം. ആ DYFI പ്രസ്ഥാനത്തിന് ഞാൻ ഒന്ന് ശ്രദ്ധ അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. കേരള സംസ്ഥാനത്ത് അതിൻ്റെ ഒരു സംസ്ഥാന സമ്മേളനം നടന്നാൽ അതിനോടനുബന്ധിച്ചൊരു ശക്തിപ്രകടനം നടത്താൻ തീരുമാനിച്ചാൽ അതിൻ്റെ നേതൃത്വം ആദ്യം ആലോചിക്കുന്നത് എവിടെയാണ് സമ്മേളനം നടക്കുന്നത്. അത് തിരുവനന്തപുരത്താണെങ്കിൽ അവിടുത്തെ ഏറ്റവും വലിയ മൈതാനം ഏതാണ്?
മൈതാനമല്ല, ശംഖുമുഖം കടത്തീരമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ഉൾക്കൊള്ളുന്നത്. അവിടെ എത്ര ആളിനെ ഉൾക്കൊള്ളും? 5 ലക്ഷം പേരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റി ഉണ്ട്. എങ്കിൽ 5 ലക്ഷം പേർ പങ്കെടുക്കുവാൻ ഏതൊക്കെ ജില്ലകളിലെ പ്രവർത്തകരെ പ്രകടനത്തിൽ അണിനിരത്തണം എന്ന് ചിന്തിക്കുമ്പോൾ അത് തിരുവനന്തപുരം ജില്ല മാത്രം മതി എന്ന് തീരുമാനിക്കുകയും, കോഴിക്കോട് വെച്ചാണെങ്കിൽ കോഴിക്കോട് ജില്ല മാത്രം പങ്കെടുക്കണം തീരുമാനിക്കുകയും, അതല്ല എറണാകുളമാണെങ്കിൽ എറണാകുളം ജില്ലയിലെ യുവജനങ്ങൾ മാത്രം പങ്കെടുക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്ന അളവോളം എത്തി എന്ന് പറഞ്ഞാൽ DYFI പ്രസ്ഥാനത്തിന് കേരള സംസ്ഥാനത്ത് മുഴുവൻ സംസ്ഥാനത്തെ ശക്തിപ്രകടനം നടത്താൻ, സംസ്ഥാന തലത്തിൽ ഒരു ശക്തിപ്രകടനം നടത്താൻ പറ്റുന്ന ഒരു മൈതാനം, ഒരു കടൽത്തീരം ഇന്നില്ല എന്ന് പറയുമ്പോൾ അതുപോലെ വളർന്നു പന്തലിച്ചു. എന്ന് മാത്രമല്ല, വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലേക്ക് കടന്ന് SFI എന്ന് പറയുന്ന സംഘടന, ആ 3 അക്ഷരത്തിൽ ഒതുങ്ങുന്ന എന്താണ്? വിദ്യാർത്ഥി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അത്യുജ്വലമായ സംഘടനാശേഷിയിലേക്ക് അത് വളർന്നു പന്തലിച്ചിരിക്കുന്നു. ഇനി CITUവിൻ്റെ ഓരോ വിഭാഗങ്ങളെ നോക്കിക്കേ, ഓരോ യൂണിയൻ നോക്കിക്കേ, NGO യൂണിയൻ നോക്കിക്കേ, ഒരു സമസ്ത മേഖലകളെ നോക്കിക്കേ, മഹിളാ വിഭാഗങ്ങൾ നോക്കിക്കേ, ബാലവിഭാഗം നോക്കിക്കേ, ഏതു മേഖല വന്നാലും ശരി ഈ CPIയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ വർഗ സംഘടനയായാലും ബഹുജന സംഘടനയായാലും അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ സംഘടന. എന്തുകൊണ്ട് ഇങ്ങനെ വന്നു? അത് എതിർ വിഭാഗത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർ എന്തെങ്കിലും ചെയ്യാനൊരുങ്ങിയാൽ അതിന് എതിരെ നീങ്ങിക്കൊണ്ട് അല്ല അത് വന്നിട്ടുള്ളത്. കേരളത്തിലെ യുവജനങ്ങളുടെ ഗൗരവമേറിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അവരുടെ ഹൃദയത്തുടിപ്പ് എന്താണ്, കേരളത്തിലെ പൊതുജനങ്ങളുടെ വികാരം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞ് അതിനൊപ്പം ഒരു സമരസംഘടനയായും അതുപോലെ തന്നെ ഒരു സാമൂഹ്യ സംഘടനയായും അതുപോലെ തന്നെ ജനോപകാരപ്രദമായ പദ്ധതികൾ നടപ്പിലാക്കുന്ന ഒരു സംഘടനയുമായി വളർന്നു വന്നപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾ ആ DYFI പ്രസ്ഥാനത്തെ അവരുടെ നെഞ്ചിലേറ്റുന്ന സാഹചര്യം ഉണ്ടായി. അതുകൊണ്ടാണ് മനുഷ്യച്ചങ്ങല എന്ന് പറയുന്നത് ചൈനയിൽ മാത്രം നടത്തി വിജയിപ്പിച്ച ആ മനുഷ്യച്ചങ്ങല കേരളത്തിൽ മനുഷ്യച്ചങ്ങല നടത്താൻ തീരുമാനിച്ചപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഏതാണ്ട് 693 കിലോമീറ്റർ ദൂരത്തിൽ ഏതാണ്ട് കേരള ജനസംഖ്യയുടെ 1/4 ഭാഗം ജനങ്ങളെ തെരുവിലിറക്കാൻ നാഷണൽ ഹൈവേയിൽ അണിനിരത്താൻ പ്രാപ്തിയുള്ള ഒരു പ്രസ്ഥാനമായ DYFI വളർന്നത് ഇവിടുത്തെ പൊതുജനങ്ങളുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് അവയ്ക്ക് പരിഹാരം കാണാനുള്ള സമരസംഘടനയായും ഒപ്പം പ്രാവർത്തികമാക്കാനുള്ള സംഘടനയായും ഉയർന്നു വന്നതുകൊണ്ടാണ് ആ സംഘം വളർന്നു വന്നത്. അതുകൊണ്ടാണ് ആ സംഘത്തിൻ്റെ ഒരു ആഹ്വാനം കേട്ടാൽ പൊതുജനങ്ങൾ യുവജനങ്ങൾ രംഗത്തിറങ്ങുന്നതിൻ്റെ കാരണം അതാണ്. അതേപോലെ തന്നെ മറ്റെല്ലാ വിഭാഗങ്ങളും ഓരോന്ന് അതിനെ വെല്ലാൻ ഇന്ന് നമുക്കറിയാം ഏതാണ്ട് 1.25 ലക്ഷത്തോളം ഉദ്യോഗസ്ഥന്മാരുണ്ട്, NGOമാരുണ്ട് കേരള സംസ്ഥാനത്തെങ്കിൽ ഏതാണ്ട് 90,000 മേൽ ഉദ്യോഗസ്ഥർ NGO യൂണിയനിലാണെന്ന് നാം തിരിച്ചറിയണം. ബാക്കിയുള്ള ഈർക്കിൽ പ്രസ്ഥാനങ്ങളിൽ NGO മറ്റ് സംഘടനകൾ ഉൾപ്പെടെ ഞാൻ എൻ്റെ പേര് സൂചിപ്പിക്കുന്നില്ല, മറ്റ് സംഘടനകൾ എല്ലാം കൂടി ചേർന്ന് നാമമാത്രമായ പേർ മാത്രം. എന്തുകൊണ്ട്? ഉദ്യോഗസ്ഥ ജനവിഭാഗങ്ങളുടെ NGOമാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ വന്നിട്ടുള്ള സമരസംഘടനയാണത്. അതിനോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധത, രാഷ്ട്രീയ പ്രതിബദ്ധത, രാഷ്ട്രീയ ഇച്ഛാശക്തിയോടുകൂടി അവർ അതിനുവേണ്ടി കളത്തിലിറങ്ങും. അങ്ങ് പലസ്തീനിൽ ഒരു അനീതി ഉണ്ടായാൽ അതിനെ ചെറുക്കാൻ ഈ സംഘടനകൾ രംഗത്തിറങ്ങും, അവരുടെ നിലപാടെന്താണെന്ന് പ്രഖ്യാപിക്കും. അങ്ങനെയാണ് വന്നത്. അതുകൊണ്ട് ഞാൻ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല വിസ്താര ഭയത്താൽ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് ഇവിടെ ഈ കൊച്ചു കേരളത്തിൽ എന്നെ കേൾക്കുന്ന പ്രതിപക്ഷ സംഘടനയിൽപ്പെട്ടവർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ പെട്ടവർ, ഞാൻ ആ കോൺഗ്രസിനെ പിന്നെയും എടുത്തെടുത്ത് സൂചിപ്പിക്കുന്നത് തീർച്ചയായും മതേതര കാഴ്ചപ്പാട് കേരളം ലോകത്തിന് മാതൃകയാക്കി അഥവാ കേരളം ഇന്ത്യക്ക് മാതൃകയാക്കി കാണിച്ചു തന്ന ആ മതേതര സങ്കല്പം അതടക്കം നിലനിൽക്കണമെങ്കിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നിലനിൽക്കേണ്ടതുണ്ട്. നിങ്ങൾ നശിക്കാൻ പാടില്ല, നിങ്ങളും നിലനിൽക്കണം. നിങ്ങളും നിലനിന്നേ പറ്റൂ. കാരണം ഞങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ, അതിൻ്റെ വർഗ ബഹുജന സംഘടനയെ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ അത് നിങ്ങളുടെ മുമ്പിലാണ് നിൽക്കണം. അത് BJPയുടെ മുമ്പിലാണ് നിൽക്കാൻ പാടില്ല. ഞാൻ BJP എന്ന് പറഞ്ഞെങ്കിലും ഞാൻ BJPയെ സങ്കല്പിക്കുന്ന പോലില്ല. കാരണം എന്താ? കാരണം BJP എന്ന് പറയുന്നതിന് ഒരു പ്രത്യയശാസ്ത്രമില്ല. അവരെ സംബന്ധിച്ചോളം ഈ ഭൂരിപക്ഷ മതം എന്നുള്ള നിലയിൽ ഹിന്ദു മതത്തിലെ ചില വിശ്വാസികളെ, അന്ധവിശ്വാസികളായിട്ടുള്ള ഒരു പറ്റം ആൾക്കാരെ അവരെ ഇക്കിളിപ്പെടുത്തുന്ന രാഷ്ട്രീയം മാത്രമാണ് BJPയുടേത്. അതിന് നിലനിൽപ്പില്ല. അത് കേരളത്തിൽ വേരോട്ടമില്ല. കേരള ജനസംഖ്യയിൽ
50% ഈ കേരള ജനസംഖ്യയിൽ അത് മതന്യൂനപക്ഷങ്ങളാണ് എന്ന് മാത്രമല്ല, ഏതാണ്ട് 45-46% കമ്മ്യൂണിസ്റ്റുകാർ വരും എന്ന് മാത്രമല്ല, ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ മറ്റൊന്ന് വേറെ. ഇതെല്ലാം കൂടെ കഴിഞ്ഞ് വന്നാൽ ഈ വർഗീയവാദികൾക്ക്, വർഗീയ തിമിരം ബാധിച്ച ഈ സവർണ ഹിന്ദു ഫാസിസ്റ്റുകൾക്ക് ആൾക്കാരെ കിട്ടില്ല. പിന്നെ താൽക്കാലികമായി മുമ്പ് പറഞ്ഞതുപോലെ ഒരു ചെറിയ ഇക്കിളിപ്പെടുത്തൽ നടത്തൂ. അതുകൊണ്ട് BJP കേരളത്തിൽ മൈൻഡ് ചെയ്യുന്നില്ല. ഞാൻ സൂചിപ്പിച്ചത്, നിങ്ങൾ നശിക്കാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ ഏറ്റെടുക്കേണ്ട ദൗത്യം എന്ന് പറയുന്നത് ഈ പൊതുജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ വരണം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെയെല്ലാം തട്ടിക്കൂട്ടി കൂടെ നിർത്തുകയും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത ഊതിപ്പെരിപ്പിച്ചു കൊണ്ടുവരികയും ചെയ്യുന്നൊരു സമീപനം ഉണ്ടായാൽ ആ സമീപനത്തിന് അല്പായുസേ ഉള്ളൂ എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. നിങ്ങൾ നശിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് സൂചിപ്പിച്ചത്. ഞാൻ ഈ സൂചിപ്പിക്കാൻ കാരണം ദീർഘനാളിലായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് പറയുമ്പോഴും ശരി, എന്ത് പറയുമ്പോഴും എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാക്കന്മാർ ഉറക്കത്തിൽ പോലും വിളിച്ചു പറയുന്നത് അന്ധമായ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധത മാത്രമാണ്. ഇത് കുറേയേറെ കേട്ടിടുമ്പോൾ ജനം മാറും. നമുക്കറിയാം, നമുക്കിവിടെ കോവിഡ് മഹാദുരന്തം വന്നപ്പോൾ ആ ദുരന്ത കാലഘട്ടത്തിൽ എന്താണ് നമ്മുടെ ഉറ്റവരുടെയും ഉടയവരുടെയും തൊഴിൽ തേടി വിദേശത്ത് പോയവരുടെയും ഒക്കെ അവസ്ഥ എന്താണെന്നറിയാൻ നിങ്ങളൊക്കെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ അന്ധമായി കൊണ്ട് നിർത്തിയിരുന്ന ഒരു പറ്റം ജനവിഭാഗങ്ങൾ TV-യുടെ മുമ്പിൽ കാത്തിരിക്കുമ്പോൾ സഖാവ് പിണറായി വിജയൻ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേൾക്കാൻ കാതോർത്തിരിക്കുന്ന അവസ്ഥ നമുക്കറിയാമായിരുന്നു. അത്രയും അകലമേ അവർക്ക് ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ളൂ. പിന്നെയും നിങ്ങൾ വേർതിരിച്ച് അന്ധമായ ധാരണപ്പിച്ചകൾക്ക് കൊണ്ടെത്തിക്കുകയാണ് നിങ്ങൾ. അതിന് കേരളത്തിലെ മാധ്യമങ്ങളെ നിങ്ങൾക്ക് താൽക്കാലികമായി കൂട്ടുകിട്ടി. പക്ഷേ ആ മാധ്യമങ്ങളും തെറ്റുതിരുത്തുമെന്ന് എനിക്ക് പൂർണ്ണമായി ഉറപ്പുണ്ട്. അത്ര ഒരു പശ്ചാത്തലത്തിൽ ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, നിങ്ങൾ കേരളത്തിൻ്റെ ആ മികവായിട്ട് ഉയർത്തി കാണിക്കണം. നമ്മൾ കേരളീയരാണ്. നമ്മുടെ മജ്ജയും മാംസവും ചോരയും നീരും മാത്രമല്ല കേരളത്തിൻ്റേത്. നമുക്കറിയാം, പഞ്ചഭൂതാത്മകമാണ് നമ്മുടെ ശരീരമെങ്കിൽ ആ പഞ്ചഭൂതങ്ങളും ഈ കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് വന്നതാണ്. കേരളത്തിൻ്റെ മണ്ണിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ്. നമ്മൾ ശ്വസിക്കുന്ന വായു കേരളത്തിൻ്റേതാണ്. നമ്മൾ കുടിക്കുന്ന ജലം കേരളത്തിൻ്റേതാണ്. നമ്മൾ തന്നെ കേരളത്തിൻ്റേതാണ്. അതുകൊണ്ട് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് കേരളത്തിൻ്റെ ഭരണ മികവുകളെ, നമ്മുടെ ഉയർച്ചകളെ ഉയർത്തി കാണിക്കുന്നതിന് തീർച്ചയായും നമ്മളൊക്കെ അതിനകത്ത് അഭിമാനം കൊണ്ട് രോമാഞ്ച പുളകിതരാകേണ്ട സമയത്തും കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്ന, പച്ച മലയാളത്തിൽ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ക്ഷീരമുള്ള ഒരു അകടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം എന്ന അവസ്ഥയിലേക്ക് വരുന്നു. നല്ല ഒന്നാന്തര സമീകൃത ആഹാരം പാലുണ്ട്. പാല് നിറഞ്ഞു നിൽക്കുന്ന, പാല് ചുരത്തുന്ന അകടിൽ ചെന്നല്ല കൊതുക് കുത്താൻ പോവുക. കൊതുക് രക്തം ഊറ്റി കുടിക്കാനാണ് ശ്രമിക്കുക. ആ രക്തരക്ഷസിനെ പോലെ ഇടതുപക്ഷത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അവിടെ വന്ന് ചോര ഊറ്റി കുടിച്ച് വളരാം എന്ന് നിങ്ങൾ ധരിച്ചാൽ തീർച്ചയായും ജനങ്ങൾ നിങ്ങളെ തള്ളിക്കളയുന്ന സുദിനം അതിവിദൂരമല്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഞാൻ അഡ്വക്കേറ്റ് KN മോഹൻദാസ്.